2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തി ഒറ്റയാൻ. ഉറക്കം നഷ്ടപ്പെട്ട് വഴിക്കടവ് നാരോക്കാവ് 1-ാം പടി നിവാസികൾ കാട്ടാനപ്പേടിയെ തുടർന്ന് പുലർച്ചെ വയോധികയും കൊണ്ട് 4-അംഗ കുടുംബം ബന്ധുവീട്ടിൽ അഭയം തേടി. 1-ാം പടി അങ്കണവാടിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെ 1:30-യോടെയാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. കല്ലുവെട്ടി അബ്ബാസിന്റെ കുടുംബമാണ് വയോധികയായ മാതാവിനെയും ഭാര്യയെയും മക്കളെയുമെല്ലാം കൂട്ടി അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് ജീവനും കൊണ്ടോടിയത്. 1.5 കിലോമീറ്ററിലധികം അകലെയുള്ള കരിയമുരിയം വനത്തിൽ നിന്നാണ് നാരൂക്കാവ് 1-ാം പടി അംഗനവാടിക്ക് സമീപം കാട്ടാന എത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ്. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലൂടെ കക്കുളങ്ങര വേലായുധൻ, മുണ്ടമ്പിലാക്കൽ ആയിഷ, മകൻ ഹസീബ്, വാൽത്തൊടിക അബ്ദുൾ റഷീദ്, കല്ലുവെട്ടി അബ്ബാസ്, വലിയപറമ്പിൽ സെയ്തുട്ടി എന്നിവരുടെ വീട്ടുമുറ്റത്തിലൂടെയാണ് ആനയെത്തിയത്. കനത്ത ചൂടിൽ ഉറക്കത്തിൽ നിന്നെണീറ്റ മുണ്ടമ്പിലാക്കിൽ ആയിഷ ശബ്ദം കേട്ട് ജനൽ വഴി നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. ആയിഷയുടെ മകൻ ഹസീബിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുന്നിലുള്ള പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചെടുത്ത് ഭക്ഷിക്കുകയായിരുന്നു. തുടർന്ന് വലിയപറമ്പിൽ സേതുട്ടിയുടെ വീട്ടുമുറ്റത്തെത്തിയ ഒറ്റയാൻ പ്ലാവുകളിലെ ചക്കകളെല്ലാം പറിച്ചെടുത്ത് ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്താണ് മടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന മോഴയാനയാണ് ശല്യക്കാരനായി വിലസുന്നതെന്നാണ് മുണ്ടമ്പിലാക്കിൽ ആയിഷ പറഞ്ഞു. പിന്നെ ആന 1:30 ഇവിടെ വന്നു. പിന്നെ ആന കണ്ടുകാണ്ട് ഞാൻ ജനാലവിടെ തുറന്നിട്ടൊക്കെ ഇനി ആ ജനാല തുറന്നിട്ട് നോക്കി ലയിച്ചിട്ടപ്പം കുട്ടികളൊക്കെ ഓടി നീച്ച് ആന പിന്നെ അതിലാണ് പോയി. ആ ആന അതിലെ പിന്നെ 3 മണിക്ക് ഞാൻ വെള്ളം ഇടാൻ വേണ്ടി ഇറങ്ങി. വോൾട്ടേജില്ലായിട്ട് രാത്രിയാണ്. അപ്പോൾ വെള്ളം ഇടാൻ വേണ്ടി ഇറങ്ങിയപ്പം ആന അതിലെ പോയിട്ട് അതിലെ വന്ന് അവിടെ ആ പിലാവിൻ്റെ അവിടെ ഒന്ന് വലിച്ചിട്ട് തിന്നു. അവിടെ അവർക്കുമില്ല ബാത്റൂം, പിന്നെ ഔത്ത് ഇവർക്കുമില്ല. ഇവർ വെല്ലല്ലേ പോവുക, ഇതിന് സുഖമല്ല. ഞാൻ വിളിച്ചപ്പോൾ ഇവർ പിന്നെ ഫോണ് റേഞ്ചില്ല. അങ്ങനെ പിന്നെ രാവിലെ പിന്നെ എല്ലാവരും വന്ന് കാണുന്നതല്ലേ. നിരന്തരമുള്ള കാട്ടാന ശല്യത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ വനം വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം നദീറ സഫ്വാൻ ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിനായിട്ട് സാധാ ഫെൻസിംഗ് ആണ് നമ്മൾ ഇട്ട് തുടർന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ നിലവിൽ ഒരു ഉപകാരം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെച്ചാൽ അപ്പോൾ ഫെൻസിംഗ് ഉള്ളോടത്ത് തന്നെ കാട്ടാന ശല്യങ്ങൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു തൂക്ക് ഫെൻസിങ് പോലുള്ളൊരു ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഡയറക്റ്റ് ലൈനും വന്ന് ഡയറക്റ്റ് തൂക്കായിട്ട് വരുന്ന ഫെൻസിങ് ഉണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്ന് അത് നിലവിൽ എങ്ങനെ ഇവിടെ കൊണ്ടുവരാന്നുള്ള ഒരു രീതിയിലാണ്. അതാവുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാവും എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, എടക്കര.